ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മാത്സിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്നതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മലയാളം, ഇംഗ്ലീഷ്, EVS എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? ഓക്കെ, 3ാമത്തെ യൂണിറ്റ് ആണ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്. എന്താണ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് എന്ന് പറഞ്ഞാൽ 1000 അല്ലേ, ആയിരങ്ങളുടെ ആയിരമാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ആയിരങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഫോറസ്റ്റിൽ സ്പോർട്സ് ഫെസ്റ്റ് ആണ് നടക്കുന്നത് അല്ലേ. ഒരുപാട് അനിമൽസിനെ നമുക്ക് ഇവിടെ കാണാനും കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാഠഭാഗം നോക്കാം എന്തൊക്കെയാണെന്ന്. സ്പോർട്സ് ഫെസ്റ്റ്. വെൽക്കം ടു ദ സ്പോർട്സ് ഫെസ്റ്റ് അറ്റ് പൂമല ഫോറസ്റ്റ്. എവിടെയാണ്? പൂമല ഫോറസ്റ്റിലാണ് സ്പോർട്സ് ഫെസ്റ്റ് നടക്കുന്നത്. അതിന് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അല്ലേ. ഓൾ കണ്ടസ്റ്റൻസ് പ്ലീസ് കളക്ട് യുവർ ചെസ് നമ്പേഴ്സ്. എന്താണ്? അനൗൺസ്മെൻ്റ് ആണ്. എല്ലാ കണ്ടസ്റ്റൻസും എല്ലാ ചെസ് നമ്പറും കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ 15 അത്ലറ്റ്സ് സ്റ്റാർട്ട് വിത്ത് നമ്പർ 986. പ്ലീസ് ഗെറ്റ് റെഡി ഫോർ ദ ലോങ് ജംപ് ഇവൻറ്റ്. ലോങ് ജമ്പിന് 1986 മുതലുള്ള 15 പേരാണ് ലോങ് ജമ്പിന് പങ്കെടുക്കുന്നവർ. അവരെല്ലാവരും റെഡി ആവാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ ചെസ് നമ്പേഴ്സ് ഓഫ് ദ കണ്ടസ്റ്റൻസ് ഫോർ ദ ലോങ് ജംപ് ഇവൻറ്റ്. ലോങ് ജമ്പിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ചെസ് നമ്പേഴ്സ് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ 986 ഉണ്ട്. അത് കഴിഞ്ഞാലോ 987, then 988, 989, then 990 ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അതിനുശേഷം 991, 992, 993, 994, then 995, 996, 997, 998, 999. പിന്നെന്താ വരുന്നത്? യെസ്, നെക്സ്റ്റ് നമ്പർ ഈസ് 1000. 30 വേണം അല്ലേ. അപ്പോൾ 1000. അപ്പോൾ ഇത്രയും പേരാണ് നമ്മുടെ ലോങ് ജമ്പിന് പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മീ ടു. അപ്പോൾ അവിടുന്ന് റാബിറ്റ് പറയാണ് മീ ടു, ഞാനും ഉണ്ടെന്ന് പറയുകയാണ് അല്ലേ. റാബിറ്റ് പറയാണ് ഞാനും ഉണ്ട്. അപ്പോഴോ യുവർ നമ്പർ ഈസ് 1001. നിൻ്റെ നമ്പർ എത്രയാണ്? ലാസ്റ്റ് നമ്പർ നമ്മൾ കൊടുത്തത് 1000 ആണ്. അപ്പോൾ അടുത്ത നമ്പർ 1001 ആണ്. യുവർ നെയിം ഈസ് നോട്ട് ഇൻ ദ ലോങ് ജമ്പ് ലിസ്റ്റ്. നിൻ്റെ പേര് ലോങ് ജമ്പിൻ്റെ ലിസ്റ്റിലൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ നമ്പർ ഇതാണ്. 1001 ടുഗെദർ മേക്ക് 1001. 1000ഉം 1ഉം കൂടെ കൂടുമ്പോഴാണ് 1001 ആയിട്ട് മാറുന്നത്. Then, whoops, now the numbers are jumbled. Can you help me put them in order? അങ്ങനെ പറഞ്ഞുകൊണ്ട് മങ്കിയുടെ കയ്യിൽ നിന്ന് ആ നമ്പേഴ്സ് ഒക്കെ താഴെ വീണ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണ് ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓർഡർ ആക്കിയിട്ട് എഴുതണം താഴെ അല്ലേ. 102 എഴുതിയിട്ടുണ്ട്. 1002, 1003, 1004, then 1005, then 1006, 1007, 1008. Next number 1009, 1010, then here 1011. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ നമ്പേഴ്സൊക്കെ ജംബിൾഡ് ഓർഡറിലായ നമ്പേഴ്സൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ മങ്കിയെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ, അനൗൺസ്മെൻ്റ് ആണ്. The table shows the numbers of the contestants for മഞ്ചാടി കളക്ഷൻ. മഞ്ചാടി കളക്ഷൻസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ നമ്പേഴ്സൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇറ്റ് മസ്റ്റ് ബി ഫിൽഡ് ഫോർ ദ അനൗൺസ്മെൻറ്റ്. ഇത് അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. ക്യാൻ യു ഹെൽപ്പ് കുട്ടൻ എലിഫൻറ്റ്? നിങ്ങൾക്ക് ഈ കുട്ടൻ എലിഫൻറ്റിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്പേഴ്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ നമ്പേഴ്സൊക്കെ ഒന്ന് വേർഡ്സിലാക്കി എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഒന്ന് തന്നിട്ടുണ്ട് 879. അതിനെ നമ്മൾ വേർഡ്സിലാക്കിയിട്ട് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സും കൂടെ നമുക്ക് അതുപോലെ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് എത്രയാണ്? 904 ആണല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം 900. ഓക്കെ, നെക്സ്റ്റോ 918 ആണല്ലേ. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം 918.
സ്പെല്ലിങ് കറക്റ്റാക്കി എഴുതണേ. 18. ദെൻ നെക്സ്റ്റോ 906 ആണല്ലേ, അപ്പോൾ എഴുതാം 9, ദെൻ 100, 106. ദെൻ നെക്സ്റ്റ് 809. ഓക്കെ, അപ്പോൾ ആദ്യം 8 എഴുതി കൊടുക്കാം. 809. ഓക്കെ, ദ ലാസ്റ്റ് നമ്പറോ 749 ആണ്. അപ്പോൾ ആദ്യം 7, ഓക്കെ, അതിനുശേഷം 100, പിന്നെയോ 49 ആണല്ലേ, അപ്പോൾ ഇവിടുന്ന് എഴുതാം, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് 49. അപ്പോൾ കൂട്ടുകാർ സ്പെല്ലിങ് നോക്കി കറക്റ്റായിട്ട് അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി. അത്രയാണ് നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിൽ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് മൂവ് ചെയ്താലോ. ഓക്കെ, നെക്സ്റ്റ് വൺ ATM ആണ്. ടിറ്റു പാരറ്റ് ഹാസ് സ്പോൺസേർഡ് സം പ്രൈസസ്. ടിറ്റു പാരറ്റ് എന്താണ്, ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചില പ്രൈസൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്, ചില സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഷീ നീഡ്സ് 760 rupees ഫോർ ഇറ്റ്. അതിന് വേണ്ടിയിട്ട് അവൾക്ക് 760 rupees ആണ് വേണ്ടത്. ദ ATM ഇൻ ദ ഫോറസ്റ്റ് ഹാസ് ഓൺലി 100 rupee നോട്ട്. പക്ഷേ ATMൽ എന്താണ്, 100 rupeeയുടെ നോട്ടും 10 rupee നോട്ടും 1 rupee കോയിൻസും മാത്രമേ ഉള്ളൂ. വാട്ട് ഓൾ നോട്ട്സ് ആൻഡ് കോയിൻസ് വുഡ് ഷീ ഹാവ് ഗോട്ട്, ഹൗ മെനി ഓഫ് ഈച്ച്. അപ്പോൾ അവൾക്ക് ഈ ഒരു പൈസ 760 rupees ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമുക്കിത് എടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 760 ആണല്ലേ. ഇവിടെയുള്ള നോട്ട് എന്ന് പറയുന്നത് 100ൻ്റെ നോട്ട്, 10, അതുപോലെ തന്നെ 1ൻ്റെ കോയിൻ, ഇത്രയുമാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് ഇതിൽ എത്ര 100 ഉണ്ട്, 7 ആണല്ലേ. അപ്പോൾ നമുക്ക് 100 എന്ത് ചെയ്യാം, 7 നോട്ട് എടുക്കാം. അപ്പം നമുക്ക് 700 കിട്ടി. ഇനി 60 ആണുള്ളത്. അപ്പോൾ 60 നമുക്ക് എന്ത് ചെയ്യാം, 10ൻ്റെ നോട്ട് എടുക്കാം. 10ൻ്റെ നോട്ട് 6 എടുത്തു കഴിഞ്ഞാൽ 16 കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര, ടോട്ടൽ 760 കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ ആരെടുക്കണം, നമ്മുടെ ടിറ്റു പാരറ്റിന് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൈ കമ്പ്യൂട്ടേഷൻ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാവുന്നതാണ്. മനസ്സിലായില്ലേ, ഡൗട്ടില്ലല്ലോ. നെക്സ്റ്റ് ഫണ്ട് റൈസിങ്. അടുത്തത് നമ്മുടെ സ്പോർട്സിന് ഫണ്ട് ഒക്കെ വേണമല്ലേ. അപ്പോൾ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് 4 were asked to collect money for food. 4 പേര് ഫുഡിന് വേണ്ടിയിട്ട് മണി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സി ഹൗ മച്ച് ഈച്ച് ഗോട്ട്. അങ്ങനെ ഓരോരുത്തർക്കും എത്രയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ മെമ്പർ അതിൻ്റെ 100 rupees നോട്ട്, 10 rupee നോട്ട്, 1 rupee നോട്ട്, ടോട്ടൽ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്നാമത്തേത് ആൾ എത്രയാണ്, 900 rupee നോട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഓക്കെ 900 rupee അഥവാ 9 into 100 ആണ്. 9 into 100 എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത്, 900 ആണ് അല്ലേ. ഇനി 10 നോട്ട്, 10 rupeesൻ്റെ നോട്ട് 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, അഥവാ 8 into 10 എന്ന് പറയുന്നത് 80. ഇനി 1 രൂപയുടെ കോയിൻ, 1 rupeeയുടെ കോയിന് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപയായി, 3 തന്നെയാണ് ആയത്. അപ്പോൾ ഇവിടെ എത്രയാണ്, 983 rupees ആണ്. ഓക്കെ, 983 rupees. ഇനി അടുത്ത ആൾ 7 നോട്ട്സ് എടുത്തിട്ടുണ്ട് 100ൻ്റെ, അഥവാ 7 into 100 equal to 700. ഇനി 14ൻ്റെ ആണെങ്കിലോ, 10ൻ്റെ 14 rupees ആണ് എടുത്തിട്ടുള്ളത്, അഥവാ 14 into 10 എന്ന് പറയുന്നത് 140. ഇനി ഇതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും, അഥവാ 700 + 114 എന്ന് പറയുന്നത് 840 ആണ്. ഓക്കെ, 840. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് നമുക്ക് ടോട്ടൽ തന്നിട്ടുണ്ട് 785 എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഏതൊക്കെ നോട്ടാണ് എടുത്തിട്ടുള്ളത് എന്ന് തന്നിട്ടില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ഇവിടെ
100ൻ്റെ സ്ഥാനത്തുള്ളത് 7 ആണ്, അഥവാ 7 നോട്ട് എടുത്തു കഴിഞ്ഞാൽ 700 ആയിട്ട് മാറി. പിന്നെ നമുക്ക് 10 നോക്കൂ, 10 ഉള്ളത് 8 ആണ്, അപ്പോൾ 8 നോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്രയായി? 18 ആയി മാറി. ഇനി 5 എന്ന് പറയുന്നത് വൺസ് ആണ്, ആ വൺസിൽ 5 എഴുതി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് 785 എന്നത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് 909 ആണ് ആൻസർ തന്നിട്ടുള്ളത്. ഇവിടെ 10 റുപ്പീസിൻ്റെ നോട്ട് 10 എണ്ണം എടുത്തിട്ടുണ്ട്, അഥവാ 100 ആയിട്ട് മാറും ഇത്. ബാക്കി എത്രയാണ് ഇവിടെ ഉള്ളത്? 909 മൈനസ് 100 കൊടുത്തു കഴിഞ്ഞാൽ 809 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ എങ്ങനെ കൊടുക്കണം നമുക്ക്? ഇവിടെ 8 എന്നുള്ളതാണ് 100ൻ്റെ സ്ഥാനത്ത്, അപ്പോൾ നമുക്ക് ഇവിടെ 8 കൊടുക്കാം. പിന്നെ ഉള്ളത് 9 ആണ്. 9 എന്നുള്ളത് നമ്മുടെ 1ൻ്റെ 1 റുപ്പി കോയിനും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് 809 കറക്റ്റായിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെയുള്ള 100ഉം കൂടെ കൂട്ടുമ്പോൾ 909 എന്നത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ചിക്കി കൈറ്റ് കളക്റ്റഡ് 785 റുപ്പീസ്. ചിക്കി കൈറ്റ് കളക്ട് ചെയ്തത് 785 റുപ്പീസ് ആയിരുന്നു. വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് ഷീ കുഡ് ഹാവ് ഗോട്ട് ദിസ്? സി ഹൗ സം ഓഫ് ഹെർ ഫ്രണ്ട്സ് തോട്ട് അബൌട്ട് ഇറ്റ്. എന്താണ് കിറ്റി ഫ്രണ്ട്സിന് കിട്ടിയിട്ടുള്ളത്? 785 റുപ്പീസ് ആണ്. ഇത് എങ്ങനെയൊക്കെയാവും കിട്ടിയിട്ടുള്ളത് എന്ന് അവളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഗസ് ചെയ്തതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളുടെ അടുത്തൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അവർ പറഞ്ഞ നമ്പേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് 785 ആണ്. യെസ്. ദെൻ ഇവിടെ ഒന്നാമത്തത് നമ്മുടെ മാനാണല്ലേ. മാന് പറയുന്നത് 700ഉം ഡാഷ് 10സും 1സുമാണ്. അപ്പോൾ ഇവിടെ 700 നമുക്ക് കിട്ടി, അതുപോലെ തന്നെ 1സും കിട്ടി. അപ്പോൾ ഇവിടെ 10s എന്ന് പറയുന്നത് 8 ആണ്, 8 10s ആണ്. നെക്സ്റ്റ് വൺ നമ്മൾ റാബിറ്റ് ആണ്. റാബിറ്റ് പറയുന്നത് 700 ആണ്, ഇത് ഓക്കെയാണ്. പിന്നെ ഡാഷ് 1s ആണ്. ഡാഷ് 1s എന്ന് പറയുമ്പോൾ 85 1s ആണ് അവിടെ വരേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ 70 പ്ലസ് ഡാഷ് പ്ലസ് 5, അവിടെ ഏതാണ് മിസ്സിങ്? 80 ആണ് മിസ്സിങ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കൂ, 600s ദെൻ ഡാഷ് 10s 1s. അപ്പോൾ ഇവിടെ എത്രയാണ്? 600s എന്ന് പറയുമ്പോൾ ഇവിടെ 6 ഉള്ളൂ, 1 മിസ്സാണല്ലേ. ഇവിടെയുള്ള 7ൽ 1 മിസ്സാണ്, ഇതും കറക്റ്റാണ്. പക്ഷേ 8 മാത്രം മിസ്സായിട്ടുണ്ട്, ഈ 1 മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടണം നമുക്ക്? 10ഉം കൂടെ കൂട്ടണം. അഥവാ 80 10s കൂടുമ്പോഴാണ് നമുക്കിവിടെ 100 ആയിട്ട് മാറുള്ളൂ. ദെൻ നെക്സ്റ്റ് വണ് നമ്മുടെ ടൈഗറിൻ്റെ ആണല്ലേ. ടൈഗർ എത്രയാണ്? 1s ആണ്. 1s എന്ന് പറയുന്നത് 785 1s കൂടുമ്പോഴാണ് അവിടെ അത്രയും റുപ്പീസായിട്ട് മാറുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ 78 ദെൻ ഡാഷ് 5 ഡാഷ് എത്രയാണ്? 78 എന്ന് പറയുന്നത് 10s എടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ 10s എന്ന് എഴുതി കൊടുക്കുക. ദെൻ 5 എന്ന് പറയുന്നത് 1s ആണ്. ദെൻ 70 10s ദെൻ 85 ഡാഷ് 85 എന്ന് പറയുന്നത് 1s ആണ്. അപ്പോൾ അവിടെ 1s എന്ന് എഴുതി കൊടുക്കുക. ദെൻ 600 പ്ലസ് ഡാഷ് അവിടെ 185, അപ്പോഴാണ് നമുക്ക് 785 എന്ന ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കൂട്ടുകാരും പറഞ്ഞത്. ഈ 785നെ ഈ ഒരു രീതിയിലൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, റൈറ്റ് യുവർ നോട്ട്ബുക്ക് ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പ്ലിറ്റിംഗ് 909 റുപ്പീസ് കളക്ട് ബൈ കുഞ്ചാൻ ഔൾ. അപ്പോൾ ഇവിടെ 909 ആണല്ലേ. 909നെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. 900 10s നോട്ട് 100 900 and 100s പ്ലസ് എത്രയാണ്? 9 1s. അല്ല എന്നുണ്ടെങ്കിൽ 900 പ്ലസ് 9, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം കിട്ടും. അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 500 പ്ലസ് പിന്നെയോ പിന്നെ 9 1സിൻ്റെ സ്ഥാനത്ത് കൊടുക്കാം. ഇവിടെ എത്രയാണ്? എത്രയാണ് കുറവുള്ളത്? 14 ആണല്ലേ. അപ്പോൾ നമുക്കവിടെ 40 1s 10s പ്ലസ് 9 എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് ചെയ്തു നോക്കുക. ദ നെക്സ്റ്റ് വൺ ഈറ്റിംഗ് കോണ്ടെക്സ്റ്റ് ആണ്. അടുത്ത മത്സരം എന്ന് പറയുന്നത് ഈറ്റിംഗ് കോണ്ടെക്സ്റ്റ് ആണ്. മല്ലൻ എലിഫൻറ്റ് ഈസ് മേക്കിംഗ് ബണ്ടിൽ ഓഫ് ഷുഗർ കെയിൻ ഫോർ ദ ഈറ്റിംഗ് കോണ്ടെസ്റ്റ്. ഈറ്റിംഗ് കോണ്ടെസ്റ്റിന് വേണ്ടിയിട്ട് മല്ലൻ എലിഫൻറ്റ് എത്രയാണ്?
ഷുഗർ കെയിന് ഈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഹാസ് മെയ്ഡ് എ 20 ബണ്ടിൽസ്. 20 ബണ്ടിൽസ് ആണുള്ളത്. ഓരോ ബണ്ടിലും 100 വീതമാണുള്ളത്. അപ്പോൾ 20 ബണ്ടിൽ 100 വീതം. അപ്പോൾ തന്നെ ഇതിൽ എത്രയാണ്? ഹൗ മെനി ഷുഗർ കെയിൻ? എത്രയാണ് ഷുഗർ കെയിൻ ഉള്ളത്? എത്രയാണ്? 2000 ആണ് ഉള്ളത്. അപ്പോൾ അവിടെ 2000 ഷുഗർ കെയിനാണ് ടോട്ടൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ. Then Jamban giraffe, Balu bear and Dingo donkey agreed to carry the sugarcane bundles to the spot. How many bundles did each carry? ഓരോരുത്തരും എത്ര ബണ്ടിലായിരിക്കും ക്യാരി ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജിംബൻ ജിറാഫ് 6 ആണല്ലേ. 6 ബണ്ടിൽ എന്ന് പറയുന്നത് 6 × 100 എത്രയാണ്? 600 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഷുഗർ കെയിൻ എന്നുള്ളിടത്ത് 600 എന്ന് കൊടുക്കുക. ഇനി നമ്മുടെ ബേറാണെങ്കിൽ 10 ആണല്ലേ, അല്ല ബാലു ആണെങ്കിൽ 10 ആണ്. അപ്പോൾ 10 × 100 എന്ന് പറയുന്നത് എത്രയാണ്? 10 × 100 എന്ന് പറഞ്ഞാൽ 1000. അപ്പോൾ ഇനി അടുത്ത ആൾ എത്ര ഉണ്ടായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1600 ആണല്ലേ. ടോട്ടൽ എന്ന് പറയുന്നത് 2000 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് 400 എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് 400 ആണല്ലേ. അപ്പോൾ 400-ന് എങ്ങനെയായിരിക്കും നമ്മുടെ ഡോങ്കി കൊണ്ടുപോയിട്ടുണ്ടാവുക? ആകെ 2 ബണ്ടിൽ കൊണ്ടുപോയാൽ മതി. കാരണം 4 ബണ്ടിൽ കൊണ്ടുപോയാൽ മതി. 4 ബണ്ടിൽ കൊണ്ടുപോയാൽ മതി. ഓരോ ബണ്ടിലും 100 വീതമാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് വൺ. 2000 മാംഗോസ് were stored in for the contest. കോണ്ടസ്റ്റിന് വേണ്ടിയിട്ട് 2000 മാംഗോസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. They are kept in the 4 sacks, each containing the same number of mangoes. ഓരോ കണ്ടെയ്നറിലും സെയിം നമ്പർ ഓഫ് മാംഗോസ് ആണുള്ളത്. ഹൗ മെനി ഇൻ ഈച്ച്? ഓരോന്നിലും എത്രയാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2000 ആണ്. 2000-നെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? നമുക്ക് സിമ്പിളായിട്ട് 500 വെച്ച് ചെയ്യാം. അഥവാ 500 then again 500. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 200 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വാട്ടർ ഡ്രിങ്കിങ് കോൺടെസ്റ്റ് ആണ്. Those who have given their names for the water drinking competition, please report at once. എന്താണ്? ആരാണ് വാട്ടർ ഡ്രിങ്കിങ് കോമ്പറ്റീഷന് പേര് നൽകിയിട്ടുള്ളത് അവരൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ആളുകളാണ് അതിന് പങ്കെടുക്കാനുള്ളത്. Then there are barrels contain 30 liters, 20 liters and 10 liters of water. ഓരോ ബാരൽസിനും എത്രയാണുള്ളത്? 30 ലിറ്റേഴ്സും 20 ലിറ്റേഴ്സും 10 ലിറ്റേഴ്സും ആണുള്ളത്. The one who drink the most is the winner. ആരാണോ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് അവരാണ് വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, see how much each has drink complete the table. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആരാണ് ഏറ്റവും കൂടുതൽ കുടിച്ചിട്ടുള്ള ആൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ നോക്കൂ. ഫസ്റ്റ് വൺ ആരാണ്? ജിംബൻ ജിറാഫ് ആണല്ലേ. ജിംബൻ ജിറാഫ് 50 ലിറ്ററിൻ്റെ ഒരെണ്ണം കുടിച്ചു. ദെൻ 20 ലിറ്ററിൻ്റെ 3 കുടിച്ചു. അഥവാ 3 × 20 എത്രയാണ്? 3 × 20. കൂട്ടുകാർ ചെയ്തു നോക്കൂ, എത്രയാണ് 3 × 20 എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 3 × 20 എന്ന് പറയുന്നത് 60. ഓക്കെ, ദെൻ 10 ലിറ്ററിൻ്റെ ഒരെണ്ണമാണ് കുടിച്ചത്, അഥവാ 10. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 50 + 60 + 10 എത്രയാണ്? = 120. ഓക്കെ, അപ്പോൾ ഇതേപോലെ കൂട്ടുകാർ ബാക്കിയൊക്കെ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വരുന്നത് 250 ആണ്. ദെൻ വരുന്നത് 60 ആണ്. ദെൻ 200 വരും. അപ്പോൾ ഇനി 18 ആണുള്ളത്. 18 നമുക്ക് എങ്ങനെ കൊടുക്കാം? 50 ലിറ്ററിൻ്റെ 1 കൊടുക്കുക. അപ്പോൾ 50 + ദെൻ 20യുടെ 1 കൊടുക്കുക. അപ്പോൾ 50 + 20 70. ദെൻ 10ൻ്റെ ഒരെണ്ണം കൂടി കുടിച്ചാൽ 18 ആയിട്ട് മാറും. ദെൻ 100 ഉണ്ട്. 100 നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊടുക്കാം. 2 ലിറ്റേഴ്സിൻ്റെ 2 എണ്ണം കുടിച്ചു കഴിഞ്ഞാൽ 100 ആയിട്ട് മാറും. അപ്പോൾ കൂട്ടുകാർ ഇത് കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. ആൻസേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതേപോലെയാണ് നിങ്ങളിത് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, കിട്ടിയ ആൻസർ, ഈ എഴുതിയ ആൻസർ ശരിയാണോ എന്നും കൂടെ കൂട്ടുകാർ നോക്കണേ. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെയുള്ളത്
Think of 50 liters barrels of water. How many 20 liters barrels contain the same amount of water? എന്താണ് 50 ലിറ്ററിൻ്റെ ഒരു വെള്ളം ബോട്ടിൽ എടുക്കുകയാണ്, 2 വെള്ളം ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ അവിടെ 20 ലിറ്ററിൻ്റെ അതേപോലെ ആവാൻ എത്ര എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ 50 ലിറ്ററിൻ്റെ 2 എണ്ണം എടുക്കുക എന്ന് പറഞ്ഞാൽ 50 + 50 എന്ന് പറയുന്നത് 100 ആണ്. ഈ 100 ആവാൻ വേണ്ടി 20യുടെ എത്ര എണ്ണം എടുക്കണം? 5 എണ്ണം എടുക്കണം. നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ മതി. 5 × 5 അല്ലേ 2 × 5 ആണ് 10 ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 100 ആവണമെങ്കിൽ എന്താണ് 5 എണ്ണം എടുക്കണം നമ്മൾ. ആൻഡ് ഹൗ മെനി 10 ലിറ്റേഴ്സ് ബാരൽസ്, എത്ര 10ൻ്റെ എത്ര എണ്ണം എടുക്കണം നമ്മൾ 100 ആവണമെങ്കിൽ? 10 എണ്ണം എടുക്കണം. അഥവാ 10 + 10 + അങ്ങനെ 10 തവണ കൂട്ടുമ്പോഴാണ് നമുക്ക് അവിടെ 100 മാറുകയുള്ളൂ. ഓക്കെ, then don't you know that we won't have enough water during summer, please don't waste water. എന്താണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ ആണ്. സമ്മറിൽ നമ്മൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വേസ്റ്റ് ചെയ്യാതെ എടുക്കണം എന്നാണ് പറയുന്നത്. then write the amount of water each has drunk in the ascending order. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതിൽ അതൊന്ന് അസെൻഡിങ് ഓർഡറിലായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ഏറ്റവും ചെറുത് അവിടെ കുടിച്ചിട്ടുള്ളത് നമ്മുടെ ജിൻഡു ബെയറാണ്, 60 ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മല്ലൻ ടൈഗർ 80 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുടിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലു ബേസനാണ്, 100 ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജിംബൻ ജിറാഫാണ്, 120 ആണ്. അത് കഴിഞ്ഞാൽ 200 കുട്ടൻ ക്യാമലാണ്. ഏറ്റവും കൂടുതൽ കുടിച്ചിട്ടുള്ളത് എലിഫൻ്റ് ആണ്. അപ്പോൾ ഇതേ ഓർഡറിലാണ് നിങ്ങൾ ഇത് എഴുതേണ്ടത്. അതാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗിഫ്റ്റ് കൂപ്പൺസ് ആണ്. കങ്കാരു സ്പോർട്സ് ഗാവ് ഗിഫ്റ്റ് കൂപ്പൺ വർത്ത് 900 rupees ടു ഈച്ച് ഓഫ് ദ കണ്ടസ്റ്റൻസ് ഇൻ ദ ഫസ്റ്റ് 3 പ്രൈസസ്. എന്താണ് കങ്കാരു കൊടുക്കുന്നത്? ആരാണോ ഫസ്റ്റ് 3 പ്രൈസസ് കിട്ടുന്നത് അവർക്കൊക്കെ 900 rupees വീതം കൊടുക്കുന്നുണ്ട്. ഈച്ച് കുഡ് ചൂസ് 3 times. എന്താണ് എല്ലാവരും 3 പ്രാവശ്യമാണ് ഇതിലെ ഏതെങ്കിലും 3 എണ്ണം ചൂസ് ചെയ്യുകയാണ് നിങ്ങൾ വേണ്ടത്. ആ ഒരു 9,000-ന് നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും 3 എണ്ണം ചൂസ് ചെയ്യണം. വിച്ച് ഐറ്റംസ് ദേ വുഡ് ഹാവ് ചൂസൺ, അവർ ഏതൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളുടെ അടുത്ത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഒരെണ്ണം എക്സാമ്പിൾ പറഞ്ഞുതരാം. ടോട്ടൽ എന്ന് പറയുന്നത് 900 ആണല്ലേ. 900 ആവാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും? ഇപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ 600ൻ്റെ ഒരു ഷൂസ് വാങ്ങിക്കാം അല്ലേ. ബാക്കി ബാലൻസ് ഉള്ളത് 300 ആയിരിക്കും. അപ്പോൾ ആ 300-ന് വേണമെങ്കിൽ ഒരു ജേഴ്സി വാങ്ങിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ആ ജേഴ്സിയും ഒരു ചെസ് ബോർഡും വാങ്ങിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിലോ ഒരാൾക്ക് ഈ ബാഡ്മിൻ്റൺ വാങ്ങിക്കാം അല്ലേ. ബാഡ്മിൻ്റൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 600 ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആൾക്കൊരു ഷൂസും കൂടെ വാങ്ങിച്ച് ഇത് രണ്ടും കൂടെ വാങ്ങിച്ചാൽ ഈ പൈസ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾ ഇതൊന്ന് നോക്കുക. എന്നിട്ട് ഏതാണോ വാങ്ങിക്കാൻ പറ്റുന്നത് അതുപോലെ നിങ്ങളൊന്ന് എഴുതി തയ്യാറാക്കുക. സംഭവം മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. ചിൽഡ്രൻസ് കോണ്ടെക്സ്റ്റ് ആണ്. മിറ്റു റാബിറ്റ് ഈസ് പ്രിപ്പയറിംഗ് ചെസ് നമ്പർ ഫോർ ദ ചിൽഡ്രൻസ് കോണ്ടെക്സ്റ്റ്. ചെസ് നമ്പർ ഫ്രം 10 to 200 ആർ മെയ്ഡ് ഫോർ ദ 10-meter റേസ്. ഹൗ മെനി കാർഡ്സ് ആർ ദർ? 10 മുതൽ 20 വരെയാണ് ഉള്ളത്. അപ്പോൾ എത്ര നമ്പർ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. എന്താണ് 10, 11 അങ്ങനെ നിങ്ങൾ എഴുതി നോക്കൂ. നിങ്ങൾക്കപ്പോൾ 11 നമ്പേഴ്സ് കിട്ടും. 11 കാർഡ്സ് ആണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. നമ്പേഴ്സ് ഫ്രം 30 to 50 ആർ മെയ്ഡ് ഫോർ ദ സ്വിമ്മിങ് കോമ്പറ്റീഷൻ. ഹൗ മെനി ആർ ഗിവൻ ദ കാർഡ്സ്? അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ നോക്കേണ്ടത് 30 to 50 ആണ്. അപ്പോൾ അവിടെ എത്രയാണ്? നമുക്കറിയാം 30 to 50 എന്ന് പറയുന്നത് 20 നമ്പേഴ്സാണ്. പക്ഷേ അവിടെ 13 കൂടെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് 21 നമ്പേഴ്സാണ് അവിടെ ഉണ്ടാവുക. ഇനി നമ്പേഴ്സ് ഫ്രം 60 to 100 ആർ ദ ഗൂസ്ബെറി ഗാദറിംഗ്. ഹൗ മെനി കാർഡ്സ് ആർ നീഡഡ് ഫോർ ദിസ് ഇവൻറ്റ്? അപ്പോൾ നമുക്കവിടെ 41 എന്ന് കിട്ടും. കൂട്ടുകാരത് എഴുതി നോക്കുക. 60, 61, 62 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി 100 വരെ എത്തുമ്പോൾ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് അറിയാം 60 to 100 എന്ന് പറയുന്നത് 40 ആണ്. 40 നമ്പേഴ്സാണ്. പക്ഷേ അവിടെ 6 കൂടെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് +1 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 41 എന്ന് ഉത്തരം കിട്ടും. ദെൻ ഹൗ മെനി 2-digit നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ? ആകെ എത്ര 2-digit നമ്പേഴ്സ് ആണ് ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്?
92 ഡിജിറ്റ് നമ്പേഴ്സാണ് നമുക്ക് ഉള്ളത്. 90 ആണ്. അതെങ്ങനെയാണ്? 99 പ്ലസ് 10 ആണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 എന്ന് നമുക്ക് ഉത്തരം വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അടുത്തത്, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 100 ആൻഡ് 200? എത്രയാണ്? അവിടെ നമുക്കറിയാം ബിറ്റ്വീൻ ഡിഫറൻറ്റ് എന്ന് പറയുന്നത് 100 ആണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്താൽ 101 എന്ന് ഉത്തരം കിട്ടും. ദെൻ ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ഓൾ? എത്ര 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്? 900 ആണ് ഉള്ളത്. ദെൻ ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 1 ആൻഡ് 100? എത്രയാണ്? അവിടെ ഓഡ് നമുക്കറിയാം ടോട്ടൽ 100 നമ്പേഴ്സ് ആണുള്ളത്. അതിലെ പകുതി എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സും പകുതി എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സുമാണ്. അഥവാ 50 ഓഡ് നമ്പറും 50 ഈവൻ നമ്പറുമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കാർഡ് ഗെയിംസ് ആണ്.